എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് മട്ടൺ ലിവർ പെപ്പർ ഫ്രൈ ആണ്. മട്ടൻ്റെ കക്കും കരളും എല്ലാം നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ഒരു റെസിപ്പി തന്നെയാണ്. നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലിവർ ഒരു 750 ഒരു 600-750 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവർ മാത്രമല്ല കേട്ടോ, കക്കും കരളും എല്ലാം കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് ബ്ലഡൊക്കെ പോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടൊന്ന് മുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അതിൽ ബ്ലഡൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് വരും. നമ്മൾ ലിവർ കുക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ബ്ലഡ് നന്നായിട്ട് ക്ലീൻ ആയതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഊറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു വിസിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലിവർ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ തന്നെ ആ ഒരു മസാലയൊക്കെ ആക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പണിയും എളുപ്പമാണ്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നാടൻ റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പകുതി വൈദ്യൊക്കെ ഇട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് സവാളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സവാള ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക് നടുകീറിയത് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. 100% സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാനൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സ്ലിപ്പായിട്ട് പോകുന്നൊന്നുമില്ല. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് ഒരു നല്ല റിവ്യൂ ആണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. 2 മാസമായി ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കയറി പർച്ചേസ് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും എല്ലാതെയൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പെരിഞ്ജീരകം ആ ഒരു ആദ്യം തന്നെ എണ്ണയിലിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ ഗരം മസാലപ്പൊടി ഒരുപാട് അങ്ങ് കൂടണ്ട കേട്ടോ, ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു എണ്ണയിൽ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. മസാലപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ്റെ ലിവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു മസാലയുടെ ഒരു കുത്ത് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ്റെ ലിവർ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ, നമുക്കൊരു പാകത്തിനുള്ള വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ ഒരുപാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു ലിവറൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കാം കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 പ്രാവശ്യമായിട്ടൊന്ന് ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ഇങ്ങനെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഈ ലാസ്റ്റ് സമയത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കുറവാണ്. എന്നാലും നമ്മൾ തീരെ എരിവില്ലാതെ ഉണ്ടാക്കരുത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഈ ഒരു ലിവറൊന്നും അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു എരിവ് സ്പൈസി ആയിട്ട് നിൽക്കുന്നതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക.
അങ്ങനെ നമ്മളുടെ ആ ഒരു ലിവർ പെപ്പർ ഫ്രൈ ഇപ്പോൾ നന്നായിട്ട് വരണ്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം നമ്മൾ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഏകദേശം ഒരു കൊക്കോ പൗഡറിൻ്റെ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറിയിലേക്ക് ചൂടോടുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. കാരണം ഒരു മല്ലിപ്പൊടി വറുക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു മണമാണ്. പിന്നെ അതിൻ്റെ ഒരു പെപ്പറിൻ്റെ അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മണം വരും. നമ്മൾ ഈ പൊടി ചേർക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മൾ കറി നന്നായിട്ടൊന്ന് വരണ്ടിട്ട് കുറച്ചുകൂടി ഒരു കട്ടി കൂടി വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മൾ പെപ്പറൊക്കെ വെച്ചിട്ട് വരട്ടിയെടുക്കുന്ന ബീഫൊക്കെ വരട്ടുകയാണെങ്കിലും അതിലേക്ക് ഇതുപോലെ മല്ലി ലാസ്റ്റ് ഇതുപോലെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും കുറച്ചുകൂടെ കൂടും കേട്ടോ. ഞാനിത് എൻ്റെ ഉപ്പ ചെയ്യുന്നത് കണ്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഉപ്പ ഇതുപോലെ ബീഫോ അങ്ങനെയൊക്കെ വരട്ടുകയാണെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർക്കുന്ന സമയത്ത് അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഉപ്പ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.